ഹേ ഗൈസ്, ടെക്നിക്കലി സീരിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ പാർട്ട് നമ്മൾ ആരംഭിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സർവൈവൽ സീരീസാണ് പാർട്ട് ഞാനൊന്ന് ചെയ്തായിരുന്നു. ഞാൻ പകുതി വെച്ച് നിർത്തി. പിന്നെ നമ്മൾ സെക്കൻഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്ന എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മുടെ മച്ചന്മാരെ നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. കമോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ വേൾഡ് സ്പോൺ ആയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ മരം മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ ഉടൻ വെപ്പൺസിലേക്ക് എനിക്ക് മാറണം. എന്നിട്ട് വേണം എനിക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ആദ്യം പൊട്ടിച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റോൺ വെപ്പൺസിലേക്ക് എനിക്ക് പോകണം. ആദ്യം ഞാൻ ജസ്റ്റ് ട്രയലിന് വേണ്ടി ഒരു പിക്കാക്സും സോഡൊക്കെ മാത്രം ഉണ്ടാക്കിയതിന് ശേഷം പോകണം. എനിക്ക് സോഡിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. എങ്കിലും അടുത്ത് എനിമീസ് വല്ലതും വന്നാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം മരമൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് 4 പ്ലാങ്ക് 8 പ്ലാങ്ക് കുറച്ച് സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്തു. ഞാൻ മൊത്തം വുഡൻ വെപ്പൺസിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ അപ്പുറത്തേക്ക് പോയതിന് ശേഷം മല വരെ പോകണം എനിക്ക്. എന്നിട്ട് എനിക്ക് ഭയം ഒന്ന് മാറണം. ഫുഡ് സോഴ്സൊക്കെ എനിക്ക് കണ്ടുപിടിക്കണം. അതൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ആദ്യം മലയിലേക്കൊന്ന് പോട്ട്, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം പിക്കാക്സ് എടുത്തിട്ട് തുരന്നിട്ട് പോകണം അങ്ങോട്ട്. അകത്തേക്ക് കല്ലായതുകൊണ്ട് തന്നെ എളുപ്പമാണ്. കിട്ടാവുന്ന അത്ര ആവശ്യത്തിനുള്ള സ്റ്റോൺസ് നമുക്ക് മൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ളവ വീണ്ടും മൈൻ ചെയ്യാമല്ലോ. പിന്നെ അങ്ങനെ പോട്ടെ. എന്ത് പറ്റി? ചെറിയൊരു ലാഗ് വന്നു. എന്നാൽ ശരി. അങ്ങനെ ഞാനിപ്പോൾ അത്യാവശ്യം സ്റ്റോൺസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഭയം ഒന്ന് മാറണം. അങ്ങനെ ഞാൻ ഗൈസ്, ഞാനിപ്പോൾ മൊത്തം സ്റ്റോൺ വെപ്പൺസിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഭയം ഒന്ന് മാറണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. നമുക്ക് ഫുഡ് സോഴ്സും കണ്ടുപിടിച്ച് ബെഡ് കണ്ടുപിടിച്ച്. ഗൈസ്, കാണുന്നത് എന്താണ്? പോളാർ ബിയർ. നമുക്ക് ഇതിനൊരു അടി കൊടുക്കാം. ഗൈസ്, ഓടിക്കോ, അല്ലെങ്കിൽ നമ്മൾ കടിക്കും. ഇതിൻ്റെ അടിക്ക് നമ്മുടെ ഏതാണ്ട് എത്ര അങ്ങോട്ട് ലൈഫ് ഇറങ്ങി പോകുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിനെ ഓടുമ്പോൾ നമ്മൾ പിടിക്കാൻ പറ്റില്ല, നടന്നു പോകുമ്പോഴൊക്കെ പിടിക്കുമായിരിക്കും. കണ്ടോ, അത് നമ്മളെ പുറകെ വരുന്നത് പോലുമില്ല. നമ്മൾ സ്പീഡിൽ ഓടിപ്പോയതുകൊണ്ട്. ഇനി ഗൈസ്, ഞാനങ്ങനെ നേരെ നമ്മുടെ സാധാ ബയോമൈനിലേക്ക് പോകണം. ഗ്രാസ് ലൈൻ ബയോമൈനിലേക്ക് എനിക്ക് പോകണം. അതിനിടയിൽ കുറച്ച് മൈനിങ് ചെയ്യണം. കിട്ടുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മൈൻ ചെയ്തങ്ങ് എടുത്തേക്കാം. പൈസ കാണുന്നത് റെവീനാണ്. തൽക്കാലം ഞാൻ ഇറങ്ങുന്നില്ല. അങ്ങനെ നമ്മൾ ബയോമൈൻ മാറിയിട്ടുണ്ട്. ഇനി ഇവനെ കൊന്നേക്കാം. ഗൈസ്, 2 ആട് വന്നിട്ടുണ്ട്. ഇനി ഒറ്റ ഉറങ്ങിട്ട് കിട്ടിയാൽ മതി. എൻ്റെ ലക്ക് ജസ്റ്റ് വരെ വന്നു. ഇനി ഒറ്റ ഒരാടിനെയും കൂടെ എനിക്ക് കിട്ടണം. ഗൈസ്, ഞാനിപ്പോൾ അപ്പുറത്തേക്ക് ഇക്കരക്കേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും പോകണം. പോട്ടെ. കാണണം എന്നെ പറ്റി ഗൈസ്. ചെറിയ ലാഗ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, കാണുന്നത് ഗ്രാവലല്ലേ? കുറച്ച് ഗ്രാവലങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. എന്നിട്ട് നമുക്ക് പെയിൻറ്റും സ്റ്റൈലും ഒക്കെ ഉണ്ടാക്കാം. പെയിൻറ്റ് സ്റ്റൈലും ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കുറച്ച് ആവശ്യത്തിനുള്ള ഉണ്ടാക്കാം. ഗൈസ്, ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ഷവലങ്ങ് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ഷവലെടുത്തു. ഇനി നമുക്ക് പൊട്ടിച്ചേക്കാം. ഒന്നും കിട്ടുന്നില്ല. വെറും വേസ്റ്റ് സാധനം മാത്രം കിട്ടുന്നു. എന്തുവാന്നറിയില്ല. പൊട്ടട്ടെ. ഇതിനകത്തും ഇല്ലേ? ഇതിനകത്തുമില്ല. ഒന്നിനകത്തും ഇല്ലടേ. അതിനകത്തുണ്ട്. ഒന്ന് കിട്ടി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ വേസ്റ്റ് ഗ്രാവല് മൊത്തം ഞാൻ കളയാൻ പോവാണ്. വെറും വേസ്റ്റ് പടുകൊണ്ടായ സാധനം 12 എണ്ണം കിട്ടി. എന്തിനാണെന്നറിയില്ല. വെറും വേസ്റ്റ് സാധനം ഇവിടെ ഇട്ടേക്കാം. ഇനി ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ പൊട്ടിച്ചിട്ട് എനിക്ക് വില്ലേജിൽ ചെയ്യാൻ പോവാണ്. വില്ലേജിൽ പോയതിന് ശേഷം എനിക്ക് ഒത്തിരി പരിപാടിയുണ്ട്. അടുത്ത ലൂട്ട് മൊത്തം എനിക്ക് വെക്കണം. അതിനു മുമ്പ് ഇവിടെയുള്ള ഫുഡ് സോഴ്സ് എല്ലാം ഞാൻ എടുക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സർവൈവൽ സീരീസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡ് സോഴ്സിലേക്ക് നമുക്ക് ലൈഫ് പാടായിരിക്കും, പണി പാളും. ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ കൈ കരുതി വെച്ചേക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ ഇതിനെ കൊന്ന് ഇതിൻ്റെ എടുത്തേക്കാം. ചുറ്റുവട്ടത്തുള്ള ഫുഡെല്ലാം നമുക്ക് എടുക്കണം. കഴിക്കാൻ പറ്റുന്ന എല്ലാ സാധനവും എടുക്കണം. പിന്നെ
മരം വെട്ടണം, ഫർണൈസ് ഉണ്ടാക്കണം, ഫുഡ് കുക്ക് ചെയ്ത് വേണം എപ്പോഴും കഴിക്കാൻ. അതാണ് നല്ലത് നമ്മുടെ. പിന്നെ ഇവിടെ നിന്നും പോയി ബെഡും കൂടെ എനിക്ക് കിട്ടണം. ബെഡ് ഉണ്ടായാലേ നന്നായിട്ട് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പൈസ കാണുന്ന ഒരാളല്ലേ, അപ്പോൾ നമുക്ക് അതിനെ കൂടെ കൊന്നേക്കാം. എന്തായാലും നമുക്ക് ആ ബെഡ് ഉണ്ടാക്കാനുള്ള വൂളും മീറ്റും കിട്ടും. അപ്പോൾ അതിനെയും കൊന്നു. ഇനി എനിക്ക് നല്ല സുഖമായിട്ട് ബെഡ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കണം. പ്ലാങ്ക് തീരെയില്ല. ഞാൻ സ്റ്റിക്ക് വയ്ക്കുന്ന രീതി വെച്ചു. അപ്പോൾ കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കട്ട്. അതിന് ശേഷം അപ്പം ഞാൻ കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കി ഇതോടെ വെച്ചിട്ട് ഈ വൂളും കൂടെ ഇടുകയെന്ന് വെച്ചാൽ ബെഡ് റെഡി. ഇനി എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങാം. ഇനി ചെയ്യേണ്ടതന്നെ, അപ്പോൾ ഞാൻ യാത്ര ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് എൻ്റെ ഉറക്കത്തിൻ്റെ യാത്ര ആരംഭിക്കണം. ഇല്ലെങ്കിൽ സോംബി സ്കെൽട്ടനൊക്കെ ഒന്ന് എനിക്കിട്ട് നല്ല പണി തന്നിട്ടങ്ങ് പൊക്കോളും. എന്തുപറ്റി? ഗൈസ്, സന്ധ്യ ആയതേ ഉള്ളൂ, രാത്രിയാവണ്ടേ. അങ്ങനെ ഏതാനും മിനിറ്റ് മാത്രം കാത്തിരുന്നാൽ മതി. ഉറങ്ങി ചന്ദ്രൻ എൻ്റെ കാക്കീഴിൽ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. ഞാൻ ബെഡ് പൊട്ടിക്കുന്നു. എൻ്റെ യാത്ര തുടരുന്നു. അങ്ങനെ വേഗം പോവാം. നമുക്ക് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കണം. അതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഗൈസ്, ഇതൊരു റവീനല്ലേ? നമുക്ക് താഴെ പോയിട്ട് കുറച്ച് അയൺ മൈൻ ചെയ്താലോ? താഴെ ഇവിടെ ഉണ്ടാവുമോ? താഴെ ഇവിടെ അയണൊന്നും കാണുന്നില്ലെന്ന് തോന്നാണോ? അല്ല ഗൈസ്, ഇവിടെ അയൺ ഇല്ല. ഇവിടെ ആകെയുള്ളത് കുറച്ച് കോപ്പർ മാത്രമാണ്. വേറെ എന്തുണ്ട്? ഒന്നുമേ ഇല്ല. ഗൈസ്, ഡയമണ്ട് ആണോ അത്? തോന്നിയതാ, ഡയമണ്ട് അല്ലായിരുന്നു. അതൊരു വെട്ടാൻ കൊടുക്കുന്ന സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് ഡയമണ്ട് അത് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കോളങ്ങ് മൈൻ ചെയ്തേക്കാം. ആകെ 2 എണ്ണം കിട്ടി. കിട്ടിയത് ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്കങ്ങ് പോയേക്കാം. ഇവിടെ കാണില്ല ഗൈസ്, താഴേക്ക് ഇറക്കുന്നില്ല. അത് വൻ റിസ്ക് ആണ്. താഴെ കാണിച്ചിരുന്ന് വല്ല മോപ്സോ ഉണ്ടെങ്കിൽ തീർന്നു നമ്മുടെ കാര്യം. പിന്നെ മേപ്പോട്ട് കയറാം. എന്നെ പറ്റി ചെറിയൊരു ലെഗ് തോന്നിയതാ. വിട്ടേക്കാം, നേരെ വിട്ടേക്കാം. ഇനി ഒരു ബേഗ് അങ്ങ് പോയാലോ? അതിനിടയ്ക്ക് എന്നായിട്ട് എനിക്ക് വിശന്നു. ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ്. കോളും വെച്ചു, മീറ്റും വെച്ചു. അപ്പോൾ ആടിനെയും കൂടെ കൊന്നേക്കാം. അതിൻ്റെ മീറ്റും കൂടെ നമുക്ക് എടുത്തേക്കാം. അതാണ് നമുക്ക് നല്ലത്. കോഴി, അതിനെ കൊന്നേക്കാം. ഇവിടെ ഉള്ള ഫുഡ് മൊത്തം നമുക്ക് എടുത്തേക്കാം. അതിനെടുത്തു. വേറൊരെണ്ണം അവിടെ ഉണ്ടല്ലോ, അതാ പോകുന്നു. നിക്കടാ. അതിനെടുത്തു, ഇവനെടുത്തു. അപ്പം ശരി. 2 പശുക്കളുണ്ട്. അതിനൊന്നും ചെയ്യണ്ട. പശുക്കൾ പാവങ്ങളാണ്. അയത്തുകളൊന്നും ചെയ്യണ്ട. നമുക്ക് മീറ്റ് അങ്ങ് എടുത്തേക്കാം. 2 കൂടെ കുക്ക് ചെയ്തേക്കാം. ആ മീറ്റ് വേകുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പോയി ഫുഡും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഫുഡ് നിന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലേക്ക് പോകാം. ഇനി ഇത് ഒരെണ്ണം കൂടെ കുക്കായിട്ട് പോയേക്കാം. ഇവിടെ അധികം നേരം നിൽക്കണ്ട. അതെനിക്ക് സേഫായിട്ട് തോന്നില്ല. നിൽക്കണോ? വേണ്ട ഗൈസ്, നമുക്ക് പൊട്ടിച്ചെടുത്ത് നമുക്ക് നമ്മുടെ പാട്ടിനങ്ങ് പോയേക്കാം. അപ്പോൾ നമ്മളങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കണം. പക്ഷേ വില്ലേജിൽ മാത്രം എത്തുന്നില്ല. വല്ലാത്ത സകല സ്ഥലത്തും എത്തിയിട്ടുണ്ട്. ഒരു വേൾഡിൽ എത്ര വില്ലേജ് ഉണ്ടാവും ഗൈസ്? നിങ്ങൾക്ക് അറിയാം, കമൻറ്റ് ചെയ്യണേ. കാണുന്നൊരു ലാവല്ലേ ഗൈസ്? ബക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാമായിരുന്നു, വെള്ളം എടുത്തിട്ട്. ഇതിപ്പോൾ നടക്കുകയല്ല. ചുമ്മാ കിനാവ് കണ്ടിട്ട് കാര്യമില്ല ഗൈസ്. നേരെ നമുക്കങ്ങ് പോയേക്കാം. ഫ്ലാറ്റ് ബയോമൈനാണ്. ചിലപ്പോൾ ഇവിടെ വില്ലേജ് കാണാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. കിട്ടിയാൽ നമുക്ക് നല്ലത്. പോട്ടെ. ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ചിക്കൻ മാത്രമുണ്ട്, അതിനെ കൊന്നേക്കാം. ഇതൊരു സൺഫ്ലവർ ലാൻഡ് ആണോ? പൈസ അതെന്താണ്? ഒരു കേവ്. തൽക്കാലമായി ചെയ്യണ്ട.
അവിടെ ചെയ്ത് കഴിഞ്ഞാൽ പണി വാളും, അതെല്ലാവർക്കും അറിയാമല്ലോ. ചുറ്റിക്കറങ്ങി നടക്കാൻ പറഞ്ഞിട്ട് ഏകദേശം കുറേ മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ സൺഫ്ലവർ ലാൻഡാണ്. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫ് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കിട്ടും, നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാം. മൈൻക്രാഫ്റ്റ് ബൈ മീൻ റിയൽ ലൈഫ് അങ്ങനെയൊക്കെ അടിച്ചെടുത്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ കിട്ടും ഗൈസ്. ഇതൊരു മൈൻ ഏരിയ എന്ന് തോന്നുന്നു, ഞാനിവിടെ മൈൻ ചെയ്ത് നോക്കുന്നുണ്ട്. സ്റ്റോണ ബയോമല്ലേ, അവിടെ ചിലപ്പോൾ മൈൻ ചെയ്ത് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടാകും ഗൈസ്. ഒന്നുമില്ല, കോള് മാത്രമേ ഉള്ളൂ, അത് ഒറ്റ ഓർമ്മ. വേറെ എവിടെ ഞാനുണ്ടോ? ഗൈസ് അവിടെ ഒന്നുമില്ലായിരുന്നു, ചുമ്മാ എന്നെ പറ്റിക്കപ്പെട്ടു. ഇനി ഞാൻ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. അടുത്ത എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോ? അതാണ് ഗൈസ്. ഗുഹയല്ലായിരുന്നു, എനിക്ക് തോന്നി, ഞാൻ പറ്റിക്കപ്പെട്ടു, വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോട്ടെ ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് അത്യാവശ്യം എന്തെങ്കിലും അറിയാമെങ്കിൽ ഗൈസ് ലീവ് എ കമൻറ്റ്, ഒരു കമൻറ്റ് അടിച്ചോളൂ ഗൈസ്. സ്പീഡപ്പ് വേഗത്തിൽ പോട്ടെ ഗൈസ്. ഇവിടെ വെള്ളമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ അടുത്ത് വില്ലേജും ഇല്ല, എന്തു പറ്റിയെന്നറിയില്ല ഗൈസ്. കാണാൻ ചാൻസ് ഉണ്ടാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഉണ്ടെങ്കിൽ വില്ലേജ് അടുത്തുണ്ടാവും ഇതുപോലെ. ഗൈസ് പറഞ്ഞ പോലെ നമ്മൾ വില്ലേജിലെത്തി ഒരു വിധത്തിൽ. ഫസ്റ്റ് അവനെന്താ ഇവിടെ ചെയ്യുന്നത്? കൃഷി ചെയ്യുമല്ലേ? നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഞാനും കൃഷി ചെയ്യാം, കിട്ടുന്നതല്ലേ എനിക്ക്, ഇങ്ങനെ പോറ്റാൻ ഉമ്മാർക്ക് നമ്മളെ കഴിഞ്ഞ് വേഗത കൃഷിയുടെ കാര്യം മാത്രം വരുമ്പോൾ അവനത് പോലും വെറുതെ വിട്ടില്ല. ഒന്നും ഇവിടെ ഉണ്ട്, അത് മതി തൽക്കാലം. ഇനി നമുക്ക് ഇവിടെ ഉള്ള ലൂട്ട് മൊത്തം പൊക്കാം. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഗൈസ്, ആ വീട് നമ്മൾ ലൂട്ട് പൊക്കിയായിരുന്നോ? ബാക്കിയത്തെ വീട്ടിൽ നമുക്ക് തൽക്കാലം അവിടെ പോയി ആദ്യം പൊക്കാം. നമുക്ക് സകല ലൂട്ടും പൊക്കണം, അതാണ് നമുക്ക് നല്ലത്. ഇത് പൊക്കിയിട്ട് കുറച്ച് ബ്രെഡ് മാത്രമേ ഉള്ളൂ. ബ്രെഡ്, ആപ്പിള് എല്ലാം നമുക്ക് പൊക്കിയെടുത്തേക്കാം, അതാണ് നമുക്ക് നല്ലത്. സകല ലൂട്ടും പോരട്ടെ. ഇപ്പോൾ നമ്മളൊരു ചെസ്റ്റ് അങ്ങനെ മൊത്തം ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് എനിക്ക് പോകണം. അടുത്ത വീട്, എല്ലാ വീടും കയറി പരിശോധിച്ചേ, ഇവിടെ കയറി പരിശോധിച്ചേക്കാം അല്ലേ? ചിലപ്പോൾ ചെസ്റ്റിനകത്ത് പോലും കിട്ടിയാലോ. 2ാം നിലയിലായിരിക്കും ചെസ്റ്റ് ചിലപ്പം, ഇവിടെ ഇല്ലെങ്കിൽ ഇല്ല. ഇനി ആ വീട്ടിൽ പോയി അന്വേഷിക്കണം. ഇത് വെറും ദരിദ്രവാസിയുടെ വീടായിരുന്നു, ഇവിടെ ഒന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് വീട്ടിലേക്ക് പോവാം. അങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി മൊത്തം ചെസ്റ്റ് അടിച്ച് മാറ്റണം. ഇവിടെയുള്ള ലൂട്ട് മൊത്തം എനിക്ക് പൊക്കണം, എനിക്കത് വേണം. ഇവിടെ ഉണ്ടോ നോക്കണം എനിക്ക്. ചില ഇങ്ങനത്തെ വീട്ട് ചെസ്റ്റ് കാണാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ഇല്ല ഗൈസ്. 3ാം നിലയിൽ ഉണ്ടാവുമോ? 3ാം നിലയിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്തുവാണ്? ഇനി നമുക്ക് നമ്മുടെ മേപ്പോട്ട് കയറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോവാം. വൈസ് വലിയൊരു പണക്കാരൻ്റെ വീട് പോലെ തോന്നുന്നുണ്ട്. ഹേ എനിക്ക് എടുക്കണം, അതെനിക്ക് ആവശ്യമുണ്ട്. ഇതൊരു വീടാണെന്നുള്ള ഉറപ്പാണ്, 2 എന്നുള്ള വീടാണ്. മേലുള്ള ചെസ്റ്റ് വല്ലതും ഉണ്ടാവുമോ? ചെസ്റ്റ് ഇരിപ്പുണ്ട്. ബ്രെഡ് മാത്രമേ ഉള്ളൂ. ഇത് വെറും ദരിദ്രവാസിയുടെ വില്ലേജാണെന്ന് തോന്നുന്നു ഗൈസ്. 10 ഗൈസ്, ആ കിഴങ്ങല്ലേ ഞാനിപ്പോൾ കണ്ടത്. ഇത് ഗൈസ്, ഈ കിഴങ്ങ് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. ലൂട്ട് മൊത്തം പെറുക്കണം, നമുക്ക് അനുയോജ്യമായ എല്ലാ സാധനവും നമ്മൾ ഇവിടുന്ന് പെറുക്കണം, അതാണ് ഇതിൻ്റെ റൂള്. അടുത്തൊരിതുണ്ട്, ഇവിടെ ചിലപ്പോൾ വല്ല വെപ്പൺസ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടാവും. ഗെയിമേ വല്ലതും ഉണ്ടാവണേ. അയേൺ കിട്ടി. ഇവിടെ ഇരിക്കട്ടെ. എനിക്കിനി അയേണിൻ്റെ വെപ്പൺസിലേക്ക് മാറാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. എനിക്കിപ്പോൾ വേണ്ടത് ആദ്യം ഫസ്റ്റ് ഒരു പിക്കാക്സ് ആണ്. പലകയില്ലേ? ഗൈസ്
പലകയില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തീരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ഒരു വീട്ടിൽ ഇനി കയറണം. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാൻ ചാൻസ് ഉണ്ടാവും. ഇവിടെയില്ല. വന്ന വഴി തിരിച്ചിറങ്ങുക. ഈ വീട്ടിൽ കാണുമായിരിക്കും. വലിയൊരു വില്ലേജാണ് ഗൈസ്. ഇവിടെയും ഇല്ല. ഇവിടെ ഉണ്ടാവുമോ? ഇത് വലിയതല്ലേ. അവിടെ ഉണ്ട്. രണ്ടാം റൗണ്ട്. ഇത് വെച്ച് ഇവന്മാരുമായിട്ട് 2 കളി കളിക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അല്ല വേണ്ട, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആപ്പിളെല്ലാം ഓരോന്നോരോന്നായിട്ട്. ഇതിനോട് മൊത്തം 17 ബ്രെഡ് നമ്മളൊന്ന് അടിച്ച് മാറ്റി. ഇനിയും പോകണം. അത് നമ്മൾ കയറിയ വീടാണോ? അല്ല ഗൈസ്, ഇത് കയറാത്ത വീടാണ്. ഇത് കയറിയതായിരിക്കും അല്ലേ? വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ കയറിയതാണ്. അപ്പോൾ നെക്സ്റ്റ് വീട് വലിയ വില്ലേജാണ് ഗൈസ്. നമുക്ക് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. രാത്രി വരുന്നുണ്ടോ? ഇവിടെ റേസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ലൂട്ടൊന്നുമില്ലല്ലോ. ഇല്ല. എങ്കിൽ അടുത്ത വില്ലേജ്, അടുത്ത വീട് ഇതേതാണാവോ? ഇത് ലാബാണ്. ലാബിലൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഇവിടെ ഉണ്ടാവുമോ? ഒന്നുമില്ല. പോവാൻ വഴിയാളോ എൻ്റെ അമ്മേ. വീണ്ടും വരണം അകിലേക്ക്. എന്നാ വാട്ട് കേസാണെന്നറിയില്ല. നമുക്ക് അതിനുള്ള അതിനകത്ത് നിന്ന് കിടന്നുറങ്ങാം. അങ്ങനെ നമ്മൾ ആദ്യം അങ്ങനെ ഉറങ്ങി. നെക്സ്റ്റ് വീട് നമ്മൾ നാളെ രാവിലെ രാവിലെയായി അടുത്ത വീട്ടിലേക്ക്. നമ്മൾ കയറിയതായിരുന്നു. കയറാത്തതാണെന്നാ തോന്നുന്നു. അടുത്ത വീട് നെക്സ്റ്റ്. ഇത് നമ്മൾ കയറിയതല്ലെന്ന് തോന്നുന്നു. ഇത് കയറിയതല്ലായിരുന്നു, പക്ഷെ ഇതിനകത്തൊന്നുമില്ല. ഇത് വഴി വന്നിട്ട് ഇതിലേം കയറിയതാണ്. ആ വീട്ടിലൊന്നും കയറിയിട്ടില്ല. ഇവിടെ ഒന്നും കയറിയിട്ടില്ല. ഈ വീട്ടിൽ കയറി നോക്കണം. എൻ്റെ വാതിൽ എവിടെ റേ? ഇവിടെ ഒന്നുമില്ല. അവിടെ കയറിയതായിരുന്നല്ലേ, കഷ്ടം. ഇവിടെ കയറിയില്ലെന്നാ തോന്നുന്നു. ഇവിടെ ഒന്നുമില്ല. ആ വീട്ടിൽ കയറിയോ? അവിടെ ഒന്നുമില്ല. ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് നമ്മളിവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത് ഫുൾ ആർമറായതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ എക്സ്പ്ലോറേഷൻ തുടർന്നായിരിക്കും. ഇവിടെ വെച്ച് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ ഒട്ടുമില്ല. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെന്താ ചമാരെ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തൂടെ? ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു താൽക്കാലിക സാഹചര്യം മൂലം നമ്മളിപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളങ്ങനെ നെക്സ്റ്റ് ചാപ്റ്റർ വീണ്ടും നമ്മൾ അടിച്ച് പൊളിച്ചോട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സൈനിങ് ഔട്ട്. ടെക്നിക്കൽ ACJ.